ശ്രീലാൽ, ഈ എഴുതാപ്പുറം വായിക്കുന്നത് എന്തിനാണ്? ഞങ്ങളുടെ മുന്നണിയിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മുന്നണിയിൽ അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ സീറ്റ് ചർച്ച അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നത് UDF-ലാണ്. ശ്രീ ജ്യോതികുമാർ, അതല്ല ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ജഗദീഷിന്റെ കാര്യം വന്നപ്പോൾ അവിടെ പത്തനാപുരത്ത് ശ്രീ രതികുമാർ എന്ന പേര്, ശ്രീ ജ്യോതികുമാർ ചാമക്കാലയുടെ പേര്, ഇവരൊക്കെ താങ്കൾ അങ്ങനെ പോസ്റ്റ് ഒട്ടിച്ചോ എന്ന് എനിക്കറിയില്ല, മറ്റുള്ളവർ പോസ്റ്റ് ഒട്ടിച്ചു, പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതുപോലെ പലയിടത്തും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ UDF ഈ മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ കൊടുവള്ളിയിൽ വിമതനായിട്ട് മത്സരിക്കുകയാണ് ഒരു മുസ്ലിം ലീഗ് നേതാവ്, അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയ ആൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരായി. ഇതുപോലെ KM ഷാജിക്കെതിരായി അഴീക്കോട് പോലും പ്രശ്നമുണ്ട്. ഈ വനിതാ ലീഗുകാർ വലിയ പരാതികൾ പറഞ്ഞു കഴിഞ്ഞു, അവരൊക്കെ നിരാശരാണ്. കോൺഗ്രസിനകത്ത് മാത്യു കുഴൽനാടനെ പോലുള്ളവർ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയല്ലോ, ആ പേര് മാത്രമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ഭാരവാഹികളൊക്കെ തന്നെ ഈ AI കൂട്ടായ്മയിലൂടെ ഇവരെ ഒതുക്കുന്നതിൽ അതൃപ്തരാണെന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. അവരുടെ ഫേസ്ബുക്കിലുണ്ട്, മാധ്യമങ്ങൾക്ക് അതിൻ്റെ രേഖകളുമുണ്ട്. അല്ല, ഞാൻ പറയുമ്പോൾ ഒരു ക്ഷമ കാണിക്കുക, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അതായത് UDF-നെ സംബന്ധിച്ച് UDF-ൻ്റെ ചർച്ച അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നടക്കുന്നുണ്ട്. 14-ാം തീയതിയും 15-ാം തീയതിയുമായി UDF-ൻ്റെ ചർച്ച പൂർത്തിയാകും. അതുവഴി തന്നെ UDF-ലെ ഘടകകക്ഷികൾ തമ്മിൽ യാതൊരു തർക്കവും ഉണ്ടാകില്ല എന്നുള്ളത് വളരെ ക്ലിയറാണ്. 15-ാം തീയതി വൈകുന്നേരത്തോടെ ചർച്ച കഴിയുന്നതോടെ UDF-ലെ പ്രശ്നങ്ങൾ, UDF-ലെ സീറ്റ് വിഭജനം വളരെ ഭംഗിയായി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് 15-ാം തീയതി വരെ തുടരും. ഇല്ല, ചില അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത് പ്രശ്നങ്ങളായി കണക്കാക്കേണ്ട കാര്യമില്ല. ആ അഭിപ്രായങ്ങൾ കൂടി മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ UDF-ലെ ഘടകകക്ഷികൾ തമ്മിലുള്ള സ്റ്റേജ് 2 വിഭജനം ഞങ്ങൾ പൂർത്തിയായിരിക്കും. ഞങ്ങൾക്ക് വലിയേട്ടൻ മനോഭാവമൊന്നുമില്ല. കോൺഗ്രസും ഘടകകക്ഷികളും എല്ലാം ഒറ്റക്കെട്ടായി ഒരു മേശയ്ക്ക് ചുറ്റും വരുന്നത് എല്ലാം പരിഹരിക്കപ്പെടും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, മുഹമ്മദ് റിയാസ് പറഞ്ഞു, ഈ കോഴിക്കോട്ടെ ചില പ്രശ്നങ്ങൾ, മലപ്പുറത്തെ ചില പ്രശ്നങ്ങൾ, അവരുടെ പാർട്ടിയിലുണ്ട് പ്രശ്നങ്ങൾ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഏറ്റവും ആദ്യം ഞാനാണ് മന്ത്രി, ജലവിഭവ വകുപ്പ് മന്ത്രി, അടുത്ത ഭരണം വന്നാൽ ഞാൻ തന്നെയാണ് മന്ത്രി എന്ന് പ്രഖ്യാപിച്ച്, ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ച് പുറത്തു വന്നത് ആരാണ്? UDF-കാരാണോ? അതിനെക്കുറിച്ച് എന്താ മുഹമ്മദ് റിയാസ് മിണ്ടാത്തത്? മുഹമ്മദ് റിയാസിൻ്റെ ജില്ലയിൽ നിന്നും കോഴിക്കോട് നിന്നും അയച്ച പട്ടികയിൽ നിന്നും ഇന്നിപ്പോൾ എളമരം കരീമിനെ ഒഴിവാക്കിയിരിക്കുന്നല്ലോ, എന്താ മിണ്ടാത്തത്? നമ്മൾ കേൾക്കുന്നത് ശരിയാണെങ്കിൽ ശ്രീ അച്യുതാനന്ദൻ്റെ പേര് മലമ്പുഴയിലെ പട്ടികയിലുണ്ട് എന്ന് പറഞ്ഞു. ശ്രീ ജ്യോതികുമാർ, നിങ്ങളുടെ ഭാഗത്ത് ഇനി ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാകുന്ന ആത്മവിശ്വാസമുള്ളവരില്ല. അല്ല, അങ്ങ് അസ്വസ്ഥനാവണ്ട, ഞാൻ പറയട്ടെ. ഞങ്ങൾക്ക് യാതൊരു ആശങ്കയ്ക്കും വകയില്ല. ഞങ്ങൾ തുടർഭരണത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കറതീർന്ന CPM അനുഭാവികൾ പോലും പറയുന്നു UDF വീണ്ടും അധികാരത്തിലേക്ക് വരുമെന്ന്. എന്നൊന്നും ഞങ്ങൾക്കാർക്കും ഒരു തർക്കവുമില്ല. ഈ മോഹഭംഗത്തിൽ വരാൻ പോകുന്നത് LDF-നാണ്, അതിന് യാതൊരു തർക്കവുമില്ല. അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇതുവരെ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് സാധ്യതാ ലിസ്റ്റ് മാത്രമേ ഇതുവരെ തയ്യാറായിട്ടുള്ളൂ. കോൺഗ്രസ്സുകാർ തന്നെ ആയിരിക്കുമോ കോൺഗ്രസിന്റെ സീറ്റുകളിൽ മത്സരിക്കുക, അതോ മറ്റുള്ള സ്വതന്ത്രരായ ചില സിനിമാ താരങ്ങളും ഒക്കെ മത്സരിക്കാനുണ്ടാകും? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് പ്രോസസ്സ് നടക്കുന്നതേ ഉള്ളൂ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ചുള്ള മുഴുവൻ പ്രോസസ്സും കഴിഞ്ഞ് ഞങ്ങൾ 16-ാം തീയതി ഇലക്ഷൻ കമ്മിറ്റിയും കൂടി കഴിയുമ്പോഴേ അതിന് സംബന്ധിച്ച് ഹൈക്കമാൻഡ് നൽകുന്ന പട്ടികയെ സംബന്ധിച്ച് അന്തിമപരിമവും ആവുകയുള്ളൂ. അത് കഴിയുമ്പോൾ മാത്രമേ അതിലേക്ക് ആരൊക്കെയാണുള്ളതെന്നും അതിനുശേഷം ഹൈക്കമാൻഡ് കൂടി അംഗീകരിക്കുമ്പോഴേ ഞങ്ങളുടെ പട്ടിക പൂർത്തിയാവൂ. വളരെ കൃത്യനിഷ്ഠതയോടുകൂടി, വളരെ കൃത്യമായി, വളരെ നല്ല രീതിയിൽ താഴെ തട്ടിൽ നിന്ന് അഭിപ്രായങ്ങൾ രൂപീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ സമയബന്ധിതമായാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. പത്തനാപുരം പോലെയുള്ള മണ്ഡലങ്ങളിലെ സിനിമാ താരങ്ങൾ തമ്മിലുള്ള മത്സരമാണോ നല്ലത്, അതോ രാഷ്ട്രീയ പോരാട്ടത്തിനാണോ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത്തരം സാഹചര്യങ്ങളിൽ അഭികാമ്യം? അല്ല, അത്തരത്തിലൊരു ചർച്ചയും ഞാൻ പറഞ്ഞില്ല. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ചർച്ചകൾ നടത്തുന്നതല്ലാതെ ഒരു തീരുമാനവും എടുത്തിട്ടില്ലല്ലോ. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനം വരട്ടെ. കൃത്യമായും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ, ഞങ്ങളുടെ മാനദണ്ഡം ജയസാധ്യത തന്നെയാണ്. പബ്ലിക് അക്സെപ്റ്റൻസ് ഉള്ള ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പാർട്ടിക്ക് തീരുമാനിക്കാനുള്ള കഴിവും കെൽപ്പും ഉണ്ട്. തീർച്ചയായും അതനുസരിച്ച്. മുഹമ്മദ് റിയാസ്, നിങ്ങളുടെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നേരത്തെ NCPയുടെ കാര്യമൊക്കെയാണ് ശ്രീ ജ്യോതികുമാർ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ഒരു കാര്യം മാത്രമേ അദ്ദേഹം തൽക്കാലം പറയുന്നുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തും ഉണ്ട് എന്ന് പറഞ്ഞ് മറികടക്കാൻ ശ്രമിക്കുകയാണ് ജ്യോതികുമാർ. ശ്രീ മുഹമ്മദ് റിയാസ്, കേൾക്കുന്നുണ്ടോ? റിയാസ് പറഞ്ഞോളൂ. അല്ല, അങ്ങനെ ഇപ്പൊ പറഞ്ഞുറപ്പിച്ച് വരുന്നവരെ തിരുത്താൻ പറ്റില്ല. ഉറങ്ങുന്നവരെ എഴുന്നേൽപ്പിക്കുക, ഉറക്കം നടിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥികളെ യഥാസമയം സംഘടനാപരമായി ജനാധിപത്യ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് പ്രഖ്യാപിക്കും, ഒരു തർക്കമില്ല. പക്ഷെ അങ്ങനെയാണ് മറ്റുള്ളിടത്ത്. ഇവിടെ മണ്ഡല സെക്രട്ടറി റിബലായൊരവസ്ഥ ഇപ്പൊ ഇതുവരെ ഞങ്ങളുടെ ഇടയിൽ ഈ നിമിഷം വരെ വന്നിട്ടില്ല. ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ച ആളെ ഓഫീസ് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു വരുത്തി. അവിടെ ആ പാവം, അതൊരു സ്ത്രീ പാവം അവിടെ എത്തിയപ്പോ തൊട്ട അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു വരുമെന്ന് പറഞ്ഞ അമ്പലത്തിൽ പോയപ്പോ വേറെ ആളെ കൊണ്ട് ഓഫീസ് ഉദ്ഘാടനം നടത്തിച്ചു. ഞാൻ ഇപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലാണ്. ലാലിനറിയാം. പാലക്കാട് ജില്ലയിൽ ഞാൻ അന്വേഷിച്ചു. ഈ വാർത്ത ഫേസ്ബുക്കിലും മറ്റു 1-2 പത്രങ്ങളിലും ഒന്ന് അന്വേഷിച്ചപ്പോ കറക്റ്റാണ്. ഇപ്പൊ രാജേഷ് ഇവിടെ ഉണ്ടല്ലോ, ആ പാവം നമ്മുടെ ശോഭാ സുരേന്ദ്രനെ അവര് മത്സരിക്കുന്ന സ്ഥലത്ത് ഓഫീസ് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു വരുത്തിയിട്ട് അവിടെ എത്തുന്ന മുമ്പ് വേറെ ആൾ ഉദ്ഘാടനം ചെയ്തു. BJP വളരെ കുറച്ചേ കേരളത്തിലുള്ളൂ. ഞാനെന്തിനാ നാനാരി എന്ന് പറഞ്ഞതുപോലെ
BJPക്ക് അകത്തുള്ള ആഭ്യന്തര പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. അതിനാ കുമ്മനത്തെ ഇറക്കിയത്. പക്ഷെ കുമ്മനം വന്നുകൊണ്ടൊന്നും തീരാൻ വേണ്ടി പോകുന്നില്ല. കേരളത്തിലെ BJP ഇന്ന് വരെ കാണാത്ത ഗ്രൂപ്പ് പോരിന് സാക്ഷ്യം വഹിക്കുന്നതായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് ഒരു സംശയം വേണ്ട. രാജേഷ് നന്നായി മുറുക്കെ പിടിച്ചിരുന്നോ, ഒരു തർക്കം വേണ്ട. നല്ല അടിപൊളിയാണ് BJPക്കകത്ത് വരാൻ വേണ്ടി പോകുന്നത്. അപ്പം ശ്രീ മുകുന്ദൻ പാർട്ടിക്കകത്ത് വരണോ, സ്ഥാനാർത്ഥി ആവണോ, പാർട്ടിക്കകത്ത് വരണ്ടയോ, സ്ഥാനാർത്ഥി ആയുള്ള കുഴപ്പമെന്താ എന്നൊന്നും ഞാൻ രാജേഷിന് പറഞ്ഞു തരേണ്ടതില്ല, നന്നായിട്ട് അറിയാം. അപ്പൊ BJP അതുകൊണ്ടാണ് അമിത്ഷാ 72 ഡേ മിഷൻ പ്രഖ്യാപിച്ചത്. എനിക്ക് നാടോടിക്കാറ്റിലെ ക്യാപ്റ്റൻ രാജുവിന്റെ പാവനാഴി എന്ന കഥാപാത്രത്തെ ഓർമ്മ വന്നത്. അവസാനം വലിയ റിവോൾവറും ഇതൊക്കെ പറഞ്ഞ് മലപ്പുറം കത്തി എന്ന് പറഞ്ഞ് തിരിച്ചു പോയതുപോലെ അമിത്ഷാ ഒരു തർക്കം വേണ്ടതില്ല, മിഷൻ 72 പറഞ്ഞ് തിരിച്ചു പോകും, പാവനായി ശവമായി എന്ന് പറയുന്നത് പോലെ. അപ്പൊ BJPക്ക് കേരള രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ UDFന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ഞാൻ നേരത്തെ ആവർത്തിച്ചതാണ്. UDFന്റെ സ്ഥിതി മോശമാണ്. മുങ്ങുന്ന കപ്പലിന് ചാടി രക്ഷപ്പെടുകയാണ് മുന്നണിയിൽ ഓരോരുത്തരും. അത് വിവരമുള്ളവും വകതിരിവുള്ളവരൊക്കെ രക്ഷപ്പെടും. ഈ ജോണി നെല്ലൂരിനും അത് തന്നെ വഴിയുള്ളൂ. അതാണ് നേരത്തെ ഫ്രാൻസിസ് ജോർജ് തിരഞ്ഞെടുത്തത്. ഈ നാറിയ ഭരണം അവസാനിക്കണമെന്ന ജനാഭിലാഷത്തോടൊപ്പം നിൽക്കൽ മാത്രമേ രാഷ്ട്രീയ സാമൂഹിക പ്രതിബദ്ധതയുള്ള UDFിലെ അവശേഷിക്കുന്ന നേതാക്കന്മാർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. യെസ്, ശ്രീ VV രാജേഷ്, നിങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ പാർട്ടി ഉണ്ടായ കാലം തൊട്ട് തന്നെ നിങ്ങൾ പറയുന്നൊരു മുദ്രാവാക്യമാണ് വ്യത്യസ്തതയുള്ള പാർട്ടി, മറ്റുള്ളവരിൽ നിന്ന് ഒരു വ്യത്യാസമുള്ള പാർട്ടിയാണ് നിങ്ങളുടേത് എന്ന്. ഇപ്പോൾ ഒരു വ്യത്യാസവും ഇല്ലയെന്ന് മാത്രമല്ല, ഈ കാര്യത്തിലൊക്കെ നിങ്ങൾ പണ്ടേ അടവും തടവും പഠിച്ചവരാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രാദേശികവാദങ്ങളായാലും സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ശോഭാ സുരേന്ദ്രനുണ്ടായ അപമാനം, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ഇതിനിടയിൽ കൂടി BDJS-ഉമായി ഒത്തൊരുമിച്ച് സഖ്യമുണ്ടാക്കി പോകേണ്ടതുണ്ട്. നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ കഴിഞ്ഞ തവണത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ ആശാവഹമാകുമോ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ? ലാലിന്റെ ആശങ്ക എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചോദ്യം മാത്രമാണ്. അല്ല, ലാലിന്റെ ആശങ്ക എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ലാൽ ആശങ്കപ്പെടേണ്ട, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇവിടെ വ്യത്യസ്തമുള്ള പാർട്ടി ആയതുകൊണ്ടാണ് ഈ പാർട്ടിയിലെ പ്രവർത്തകർ കഴിഞ്ഞ 60 വർഷം കേരളത്തിൽ ഒരു അധികാരത്തിൻ്റെ പിൻബലമില്ലാതെ ഇപ്പോഴും ജീവൻ കൊടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് 29 ലക്ഷം വോട്ട് ഒറ്റയ്ക്ക് കരസ്ഥമാക്കിയത് വ്യത്യസ്തയുള്ള പാർട്ടി ആയതുകൊണ്ടാണ്. വ്യത്യസ്തമുള്ള പാർട്ടി ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇന്ത്യയിൽ ഞങ്ങൾക്ക് 283, ലാൽ അസ്വസ്ഥനാവുമെന്ന് എനിക്ക് തോന്നുന്നു, 283 സീറ്റുകൾ ഞങ്ങൾക്ക് ലഭിക്കാൻ സാഹചര്യം ഉണ്ടായത് വ്യത്യസ്തമുള്ള പാർട്ടിയാണ്. ഒരു ജനാധിപത്യ പാർട്ടി ആകുമ്പോൾ, രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ കയറ്റവും ഇറക്കവും ഉണ്ടാവും. അത് ഫേസ് ചെയ്യാൻ ഞങ്ങൾ മെൻ്റലി പ്രിപ്പയർഡാണ്. ഇനി മുഹമ്മദ് റിയാസിന് ഞാനൊരു വിശേഷണം കൂടെ തരികയാണ്, എൻ്റെ അടുത്ത സുഹൃത്തിന് ഡോക്ടർ മുഹമ്മദ് റിയാസ്. കാരണം താങ്കൾ വളരെ വലിയ ഗവേഷണങ്ങൾ നടത്തുക, PP3 കുറിച്ച് ഗവേഷണം നടത്തുന്നു, ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ഗവേഷണം നടത്തുന്നു, പാലക്കാട് പോകുന്നു, കോൺഗ്രസിനെ കുറിച്ച് ഗവേഷണം നടത്തുന്നു. പക്ഷേ റിയാസ് അതുകൊണ്ട് തന്നെ ഒരു വിശേഷണം കൂടി ഇരുന്നുണ്ട്. പക്ഷേ റിയാസ് ഒരു കാര്യം അവിടെ വിട്ടുപോകുന്നു, റിയാസിൻ്റെ പാർട്ടിയെക്കുറിച്ച് റിയാസ് ഒന്നും അന്വേഷിക്കുന്നില്ല. റിയാസ് ഹൗറ എക്സ്പ്രസ്സിൽ കയറി കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ ചെന്നിറങ്ങാൻ സാധിക്കും. താങ്കൾ കുറച്ച് സമയമെങ്കിലും അവിടെ കുറിച്ചും കൂടി ഗവേഷണം നടത്താൻ വേണ്ടി തയ്യാറാകണം. ശ്രീ VV രാജേഷ്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. നിങ്ങൾക്ക് CPM-നെയും കോൺഗ്രസിനെയും പറ്റുന്നിടത്ത് അടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തൊക്കെ പറയാൻ പറ്റിയത് നല്ലത് തന്നെയാണ്. ബംഗാളിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാദേശികമായി നിങ്ങളോടൊപ്പം ആരൊക്കെ എവിടെയൊക്കെ ചേർന്നിട്ടുണ്ട്? പലയിടത്തും മുന്നണികളിലുള്ള ആളുകൾ മറ്റു പല സ്ഥലത്തും മുന്നണികളിൽ ഉണ്ടാകില്ലല്ലോ. ശിവസേനയുടെ കാര്യം എന്താണ്? നിങ്ങളുടെ ഇവിടെ മുന്നണിയിലില്ലല്ലോ, മറ്റു പലയിടത്തും ഉണ്ടല്ലോ. NDAയുടെ ഭാഗമായിട്ട് ശിവസേന ഇവിടെ ഉണ്ടോ? ഇതുപോലുള്ള പല ചോദ്യങ്ങളും അങ്ങോട്ടും വരാം. പ്രാദേശിക NCP നിങ്ങൾ മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ്, ബാക്കിയുള്ള സ്ഥലത്ത് എങ്ങനെയാണ്? ഇതുപോലെ മുൻകാലങ്ങളിൽ NCP നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, മുന്നണിയിൽ ഉണ്ടായിരുന്നല്ലോ. പല കാലങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാദേശികമായ വ്യത്യാസങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ഉണ്ടാകും. അത് അവർ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് അത് പറയുകയും ചെയ്യാം. പക്ഷെ അത് തന്നെ എല്ലാ ചോദ്യത്തിലും പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ മുന്നണിക്കകത്തും പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുക? അതായത് ലാല് ഒച്ച കൊണ്ട് എൻ്റെ യുക്തിയുള്ള ചോദ്യങ്ങളെ നേരിടാൻ, ലാലിന്റെ ഒച്ച കൊണ്ട് എന്റെ യുക്തിയുള്ള ചോദ്യങ്ങളെ നേരിടാം എന്നുള്ളൊരു ശ്രമം ഉള്ളോ താങ്കളുടെ സ്റ്റേറ്റ്മെന്റിനൊക്കെ? എന്റെ ഒച്ച കൊണ്ട് തകർന്നു പോകുന്ന ഒരു യുക്തിയാണോ താങ്കൾ പറയുന്നത്? തകരുമെന്ന് ഞാൻ പറഞ്ഞത്, നേരിടാമെന്നുള്ള ഒരു ശ്രമം നടത്തുന്നത് ലാല്, അത് കുഴപ്പമില്ല. ഇവിടെ ശിവസേനയും BJP അല്ലല്ലോ കേരളത്തിൽ നേരിട്ട് മത്സരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് CPM-ഉം കേരളത്തിൽ വേറെ. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേരളത്തിനും അതുപോലെ മത്സരിക്കണം. അപ്പോൾ ഉള്ള സൗകര്യം ഇപ്പോൾ റിയാസിനൊക്കെ കോൺഗ്രസ് നേതാക്കൾ പശ്ചിമ ബംഗാളിൽ എങ്ങനെയാണ്? ഇടതുമുന്നണിയുടെ ഭാഗമാണോ കോൺഗ്രസ്? എനിക്കതറിയില്ല. കോൺഗ്രസ് ഇന്നിപ്പോൾ വരുന്നു 75 സീറ്റ് CPM കോൺഗ്രസിന്, ബാക്കിയുള്ള സീറ്റ് CPM-ന്. അങ്ങനെയാണ് മത്സരിക്കുന്നത്. താങ്കൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വിശ്വസിക്കാത്ത ഒരാളാണ്. അവിടെ വിശ്വസിക്കണ്ട, അല്ല ഞാൻ വിശ്വസിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ മറ്റുള്ള കാര്യങ്ങളും താങ്കൾ വിശ്വസിക്കണം, ബാക്കി കാര്യങ്ങളും താങ്കൾ വിശ്വസിക്കണം. ഈ കാര്യം മാത്രം ഒരു കാര്യം ചെയ്യൂ, ലാല്
തീർത്ത് പറഞ്ഞു, ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. പശ്ചിമ ബംഗാളിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ ഒരു സഖ്യവുമില്ല. മുഹമ്മദ് റിയാസ് പശ്ചിമ ബംഗാളിൽ ലാല് പറഞ്ഞോ? അല്ല, എന്റെ ഒരു ചോദ്യം മാത്രം ഉത്തരം പറയേണ്ട റിയാസും രാജേഷും. അല്ല, എന്റെ ചോദ്യം ലാലിനോട്. മുഹമ്മദ് റിയാസ് എന്നോട് ചോദിച്ച ഈ ചോദ്യത്തിന് റിയാസ് എന്ത് റെക്കോർഡ് സാധനം പറയും. PB തീരുമാനിച്ച ഒരു ന്യായീകരണം ഇപ്പൊ കേൾക്കാം. അതിന് യുക്തി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് തകർന്നു പോവുകയും ചെയ്യും. റിയാസ് പറയൂ റിയാസേ. രാജേഷ്, ഞാൻ ചോദിച്ച ചോദ്യത്തിനൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ബംഗാൾ എന്ന് പറഞ്ഞ് എന്തെങ്കിലും വിളിച്ചു പറയരുത്. ബംഗാളിന്റെ ഞങ്ങളുടെ നിലപാട് പോളിറ്റ് ബ്യൂറോ സഖാവ് സീതാറാം യെച്ചൂരി ഒക്കെ വ്യക്തമാക്കിയത്, ഞങ്ങൾ ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സഖ്യവും കോൺഗ്രസുമായി ഇല്ല. ഞങ്ങൾ BJP-യുമായി, ഈ വർഗീയ കക്ഷിയായ BJP-യുമായും നവലിബറൽ നയം പിന്തുടരുന്ന തീവ്ര ഹിന്ദുത്വത്തോട് മൃദു ഹിന്ദുത്വ സമീപനം കൈക്കൊള്ളുന്ന കോൺഗ്രസുമായും ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സഖ്യത്തിന് ഇല്ല. രാജേഷ്, നിങ്ങളിപ്പോ ഇവിടെ ഒന്നും പറയാൻ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ബംഗാൾ എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. ശ്രീ രാജേഷ്, മറുപടി കിട്ടിയില്ലേ? റിയാസ് എന്താ പറയുന്നത്? നിങ്ങൾക്ക് അവിടെ ഒരു സഖ്യം ഇല്ലെന്നാ? ഇല്ല, അതിലേക്ക് ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് സഖ്യം അവർ എന്തായാലും പ്രഖ്യാപിച്ചിട്ടില്ല അവിടെ. അതുകൊണ്ടാണ് ആ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അവരുടെ പൊതുശത്രു എന്നുള്ള നിലയ്ക്ക് BJP-ക്കെതിരെ അവർ എവിടെയൊക്കെ ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പൊ പുറത്തേക്ക് വരുന്നത്. അതൊരു തെരഞ്ഞെടുപ്പ് സഖ്യമായി കാണേണ്ടതുണ്ടോ? അവിടെ തൃണമൂലിനെതിരെയാണ് ബാക്കിയുള്ളവരെല്ലാം മത്സരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ നിങ്ങളോടൊപ്പം യോജിക്കുന്നില്ല, UDF-നോടൊപ്പം LDF യോജിക്കുന്നില്ല. ഇതാണ് അവരുടെ നയം. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങളിപ്പോൾ ഈ ഒരു രീതിയിൽ മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെ തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതാണല്ലോ നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ലാൽ, പശ്ചിമ ബംഗാളിൽ BJP-ക്കെതിരെയല്ല മത്സരിക്കുന്നത്. BJP-ക്ക് അവിടെ ആകെ ഒരൊറ്റ സീറ്റാണ് അവിടെ ഉള്ളത്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് മത്സരിക്കുന്നത് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങൾ കേരളത്തിൽ ഒരുമിച്ച് മത്സരിച്ചോളൂ. എന്തിന് പശ്ചിമ ബംഗാളിൽ ഒരുമിച്ച് മത്സരിച്ച് കേരളത്തിൽ വേറിട്ട്? ഞാൻ അത് അവസാനിപ്പിച്ച വിഷയം അല്ല. നമ്മുടെ കോഴി ബിരിയാണി എന്ത് കോലി എന്തോ RSS നേതാക്കന്മാർക്ക് ജനുവരി 26-ന് എന്തായിരുന്നു കാര്യം? രാജേഷ്, KG-മാരാർ ആത്മകഥയിൽ പറഞ്ഞ ഞാൻ മറുപടി പറയാം. ഷാജിയുടെ പ്രസംഗം RSS-നെ കുറിച്ച്. റിയാസെ, ഞാൻ മറുപടി പറയുന്നത് ഭയന്നല്ലേ താങ്കൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്? ഞാൻ പറയാം. ആ കാര്യം കേൾക്കട്ടെ. മുഹമ്മദ് റിയാസ് എന്താണ് പറഞ്ഞത് വ്യക്തമായില്ല. കേട്ടിട്ട് വിരാജ് മറുപടി പറയൂ. അതായത് ഇന്നിപ്പോ ഒരു വാർത്ത വന്നിട്ടുണ്ട്, 17 മണ്ഡലങ്ങളിൽ BJP UDF-നെ സഹായിച്ചേക്കും, പകരം 5 മണ്ഡലങ്ങളിൽ BJP-ക്ക് UDF സഹായം എന്നൊരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. ഇതിനോട് യോജിപ്പുള്ള പഴയകാല ചരിത്രമാണോ ഇപ്പൊ മുഹമ്മദ് റിയാസ് സൂചിപ്പിച്ചത്? നല്ലൊരു അവസരം തന്നിട്ടുണ്ട്. പറഞ്ഞോ. എനിക്ക് ഒരു ചർച്ചയിലും BJP നേതാക്കന്മാരോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോ മറുപടി വ്യക്തമായി തരാത്തൊരു പ്രശ്നം രാജേഷ്, ഈ ജനുവരി 26-ന് RSS-ന്റെ നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കേന്ദ്രമായ ലീഗ് ഹൗസിൽ വന്ന് മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുമായി ചർച്ച നടത്തി. ഇത് RSS-ന്റെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാണെന്നാണ് പിന്നെ 10 ദിവസം കഴിഞ്ഞ് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ RSS നേതാക്കന്മാർ പറഞ്ഞത്. RSS-ന്റെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാണെങ്കിൽ പിറ്റേ ദിവസത്തെ, അതായത് ജനുവരി 27-ലോ 28-ലോ ജന്മഭൂമി പത്രത്തിൽ ഇത് വാർത്തയാകേണ്ടേ? ഇനി RSS-ന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായി മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് സന്ദർശനമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ വന്നില്ലല്ലോ. കോൺഗ്രസിന്റെ ഓഫീസ് പോയിട്ടും കാര്യമില്ല, അവിടെ ആരും ഉണ്ടാവില്ല. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിങ്ങൾ പോയില്ലല്ലോ. അപ്പൊ എന്തായിരുന്നു ചർച്ച? ഇത് തന്നെയല്ലേ KM ഷാജിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് RSS-നെ ന്യായീകരിച്ചുകൊണ്ട് ഷാജി നടത്തിയ സഭക്കകത്തും പുറത്തുള്ള പ്രസംഗവുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടത്? KG-മാരാരുടെ ആത്മകഥ. ഞാൻ മറുപടി പറയാം. റിയാസ്, ഇന്നുകൊണ്ട് റിയാസിന്റെ സംശയം ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് ലാലാനുള്ള ആവശ്യമുള്ള സമയം കൂടെ തരണം. അതായത് RSS-ന്റെ പ്രവർത്തന പദ്ധതികളിൽ തികച്ചും വ്യത്യസ്തമായ ചേരികളിൽ നിൽക്കുന്ന നേതാക്കന്മാരെ കണ്ട് RSS-ന്റെ സിദ്ധാന്തം, ഐഡിയോളജി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും RSS-ന്റെ പ്രവർത്തന പദ്ധതിയിൽ ഒന്നാണ്. ഇതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ P പരമേശ്വർജി പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നേമം MLA V ശിവൻകുട്ടിയെ തിരുവനന്തപുരത്തുള്ള RSS നേതാക്കന്മാർ പല പ്രാവശ്യം വന്ന് കണ്ടിട്ടുണ്ട്. ശ്രീ MA ബേബിയെ AKG സെൻറ്ററിൽ വന്ന് RSS നേതാക്കന്മാർ കണ്ടിട്ടുണ്ട്. കേരളത്തിലുള്ള പല മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും CPI-യുടെയും ഒക്കെ തന്നെ നേതാക്കന്മാരെ BJP-യുടെയും RSS നേതാക്കന്മാർ വർഷത്തിലൊരിക്കൽ കാണാറുണ്ട്. പിന്നെ എല്ലാ വർഷവും എല്ലാവരെയും കാണുമെന്നില്ല, ഓരോ വർഷവും സെലക്റ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സിനെ കാണാറുണ്ട്. ഞാൻ പൂർത്തിയാക്കി ചിരിക്കണ്ട. യാഥാർത്ഥ്യം പറയുമ്പോൾ ചിരിച്ചാണ് തമാശവൽക്കരിക്കല്ലേ റിയാസെ? താങ്കൾ റിയാസ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ക്ഷമയോട് വ്യക്തമായ ഉത്തരം കിട്ടുമ്പോഴേക്കും തമാശ ഉത്തരം പറയൂ. വ്യക്തമാണോ ഇല്ലെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, അത് ജനങ്ങൾ കേട്ടോളും. റിയാസെ,
ചില സംഭവങ്ങൾ വാർത്തയാവാറുണ്ട്, ചിലത് വാർത്തയാക്കാറില്ല. അതാണ് അവിടെ സംഭവിച്ചത്. ഇനിയും ഞങ്ങൾ കാണും. ഇനി മുഹമ്മദ് ഒരു കാര്യം ചെയ്യാം, അടുത്ത വർഷം ഇക്കാര്യം തീരുമാനിക്കുമ്പോഴേക്കും ഞങ്ങൾ സമ്പർക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ ഒരാൾ മുഹമ്മദ് റിയാസ് ആയിരിക്കും. ശ്രീ വി രാജേഷ്, ഈ കോലീബി സഖ്യം എന്നുള്ള ഒരു ചീത്ത പേര് നിങ്ങൾക്ക് കിടക്കുന്നു. ഒന്നത്. രണ്ടാമത്തത്, വളരെ രഹസ്യമായി മുസ്ലിം ലീഗിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി RSS നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ചർച്ച നടത്തിയെന്ന് പിന്നീട് 10 ദിവസം കഴിഞ്ഞ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോ ഇങ്ങനെ പണ്ട് ഞാൻ MA ബേബിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വി ശിവൻകുട്ടിയെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ഇവർക്ക് പറയാൻ കിട്ടുന്ന നല്ലൊരു അവസരം തന്നെയാണത്. അല്ല, CPM എന്ത് പറയുന്നു എന്നുള്ള ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. ഞങ്ങളുടെ ഒരു പ്രവർത്തന പദ്ധതിയിൽ വ്യത്യസ്ത നേതാക്കന്മാരെ, വ്യത്യസ്ത ചിന്താഗതിക്കാരെ കാണുകയും പരസ്പരം ആശയം കൈമാറുകയും ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായി. ഇനിയും കാണും, മുസ്ലിം ലീഗ് നേതാക്കന്മാരെ കാണും, CPM നേതാക്കന്മാരെ കാണും, കോൺഗ്രസ്. ശരി, നിങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ എന്തൊക്കെ പദ്ധതികളാണ് അവിടെ ആവിഷ്കരിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നേരത്തെ സ്ട്രക്ചർ ചെയ്ത ഒരു പരിപാടിയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ തുറന്നു പറയാമല്ലോ. നിങ്ങൾ ഈ കൊച്ചിയിൽ RSS നേതാക്കളൊക്കെ വന്ന് പല പൗരപ്രമുഖരെയും കണ്ടപ്പോൾ നിങ്ങളൊക്കെ നേരത്തെ മാധ്യമങ്ങൾ അറിയിച്ചാണല്ലോ ചെയ്തത്. ഇതൊന്നും മുസ്ലിം ലീഗിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയപ്പോൾ മാത്രം എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടാണ് RSSന്റെ പ്രവർത്തനം നടത്തേണ്ടത്. RSSന്റെ നേതാക്കന്മാർ ഓരോരുത്തരെ കാണുമ്പോൾ എന്ത് ചർച്ച ചെയ്യണമെന്ന് മുഹമ്മദ് റിയാസിനോടും ലാലിനോടും പറഞ്ഞിട്ട് ആ സംഘടനയുടെ പ്രവർത്തനം നടത്താൻ ജനങ്ങളോട് പറഞ്ഞാൽ മതി. കൈരളി ചാനൽ ഓരോ ദിവസം രാവിലെ തൊട്ട് നിങ്ങൾ എന്താ ചെയ്യണം ഞങ്ങൾ ചോദിക്കുന്നു. ശരി, ശ്രീ ജ്യോതികുമാർ, ഇവിടെ വരുന്ന ചീത്തപ്പേര് വീണ്ടും ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ BJP നിങ്ങളുടെ കൂട്ടത്തിലുള്ള UDFിലുള്ള മുസ്ലിം ലീഗുമായി ചേർന്ന് പഴയ കോലീബി സഖ്യത്തിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടാക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ 17 മണ്ഡലങ്ങളിലെങ്കിലും UDFിന് അനുകൂലമാകുമോ? തിരിച്ചങ്ങോട്ടും BJPക്കും സഹായം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ വാർത്തകൾ. അല്ല, കൈരളിയുടെ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതിനകത്ത് കുറച്ചുകൂടി മാന്യത കാണിക്കണം, കുറച്ചുകൂടി ഒരു ന്യൂട്രാലിറ്റി ഉണ്ടാകണം എന്നുള്ള ഭാഗത്താണ് എനിക്ക് ആദ്യമേ ലാലിനോട് ഉൾപ്പെടെ പറയാനുള്ളത്. അതായിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനെക്കുറിച്ച് ഞങ്ങൾ തർക്കിക്കുന്നില്ല. പക്ഷേ അതിനപ്പുറമായി കേരളത്തിൽ UDFിൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല നിലയിൽ 5 വർഷമായി നടന്നു വരുന്ന സർക്കാർ, ആ സർക്കാരിന് തുടർഭരണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും നല്ല പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച്, മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല കെട്ടുറപ്പോടി പോവുകയാണ്. ഞങ്ങൾ ആരുമായും യാതൊരു വിധത്തിലുള്ള അവിഹിത ബന്ധത്തിൻ്റെയും കാര്യം UDFിനോ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ UDFിലെ ഘടകകക്ഷികൾക്കോ ഇല്ല. മുൻകാലങ്ങളിൽ ഈ BJPയും ഈ ഇടതുപക്ഷവും ചേർന്നാണ് കോൺഗ്രസിനെതിരായി കേന്ദ്രത്തിൽ ജനതാദളിൻ്റെ പിന്തുണയോടുകൂടി സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതൊന്നും ആരും പറയുന്നില്ല. പണ്ട് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്, അത് ഉണ്ടാകുന്നുള്ളത് പിന്നീട് ചരിത്രപരമായി ഇത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഇതൊന്നും ഒരുപക്ഷെ പാർട്ടിയിൽ മുഴുവനായി ചർച്ച ചെയ്തായിരിക്കില്ല തീരുമാനിക്കപ്പെടുന്നത്. എവിടെയെങ്കിലും ഒക്കെയുള്ള പ്രാദേശിക തലത്തിൽ ഇതിന് സൗകര്യമുള്ള ആളുകൾ തമ്മിൽ ചേർന്നുണ്ടാക്കുന്ന ചില തീരുമാനങ്ങളാണ്. ഞാൻ പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി പോകാതെ കേന്ദ്രത്തിൽ കോൺഗ്രസിനെതിരായി BJPയും ഇടതുപക്ഷ കക്ഷികളും ജനതാദളും ഒന്നിച്ച് ഭരണത്തിൽ വന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്ന് എവിടെയായിരുന്നു ഈ അന്ന് ആവശ്യത ബന്ധമല്ലായിരുന്നു? അതിനെ ആരും എതിർക്കുന്നില്ല. അല്ല റിയാസ് ഒന്ന് അടങ്ങ്, ഒരു പൊടിക്കടങ്ങ്, റിയാസ് അസ്വസ്ഥനാകണ്ട. അപ്പോൾ വെറുതെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ റിയാസിന് രാവിലെ തോന്നുന്നത് പറയുകയല്ല വേണ്ടത്. ഇവിടെ ഞങ്ങൾ കെട്ടുറപ്പോടുകൂടി UDF വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നു. UDFിന് ആരുടെയും സഹായം ആവശ്യമില്ല. ഞങ്ങൾക്ക് ജനങ്ങളിൽ വിശ്വാസമുണ്ട്, ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ട്. ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് തുടർഭരണം ഉണ്ടാകുമെന്ന്. അതിന് ചിട്ടയായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. ശ്രീ റിയാസ്, അതായത് അദ്ദേഹം ഈ പറയുന്നത് അടിസ്ഥാനപരമായി ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ കർസേവക്ക് എല്ലാ പിന്തുണയും നൽകി പരസ്യമായി ഇഷ്ടികദാന യാത്ര ഉദ്ഘാടനം ചെയ്തപ്പോൾ ഡോക്ടർ മാധവൻകുട്ടിയെ മത്സരിപ്പിച്ചു UDF. അന്ന് BJP പിന്തുണച്ചു. കോലീബി അതാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് രത്നസിംഗിനെതിരെ BJP സ്ഥാനാർത്ഥിയില്ല. കോലീബി അതാണ്. കേരളത്തിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJP കേന്ദ്രത്തിൽ കോൺഗ്രസിനെതിരെ വന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ആരോപണത്തെ കുറിച്ച് പറയും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. കേരളത്തിൽ എവിടെയെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJPയും നിയമസഭയിലോ ലോകസഭയിലോ പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസിനെ നേരിട്ടിട്ടുണ്ടോ? ഇല്ല. ഇനി നിങ്ങളോട് ഒരേ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചത് നിങ്ങൾ മറുപടി പറയും. കേന്ദ്രത്തിൽ നിങ്ങൾ ഭരണം പങ്കിട്ടത്, കേന്ദ്രത്തിൽ നിങ്ങളുടെ കക്ഷിയോട്, നിങ്ങളുടെ പിന്തുണയോടുകൂടി, ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് ഇതര ഗവൺമെന്റ് ഉണ്ടാക്കാൻ BJPയുമായി കൂട്ടുചേർന്നതിനെ കുറിച്ച് നിങ്ങൾ മറുപടി പറയും. 1989 VP സിംഗിന്റെ ഗവൺമെന്റിനെ BJPയോടൊപ്പം പിന്തുണച്ചില്ലേ CPM? അതിനുശേഷം 2004 കോൺഗ്രസിന്റെ ഗവൺമെന്റിനെ CPM പിന്തുണച്ചില്ലേ? നിങ്ങൾക്ക് നിലപാടുണ്ടോ? നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണോ? നിങ്ങൾ 64 MPമാർ 9 ഒരു വടകരയും എടുത്തിട്ട് കോലീബി എന്നൊക്കെ പറഞ്ഞാൽ മതിയോ റിയാസെ? രാഷ്ട്രീയ പാർട്ടിയാണോ റിയാസ് കുറെ കാര്യങ്ങൾ സ്ഥിരമായി റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതിങ്ങനെ 87 VP സിംഗിന്റെ ഗവൺമെന്റ് BJPയോടൊപ്പം നിങ്ങൾ പിന്തുണച്ചില്ലേ?
നിങ്ങൾ എന്തെങ്കിലും പറയരുത്. ഇവിടെ UDF-ന് വേണ്ടി രാജേഷിന് വരളി പിടിക്കുന്നു. UDF-ന് വേണ്ടിയല്ല ഞാൻ ചോദിക്കട്ടെ. അല്ലല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാൻ ചോദിച്ചത് നിങ്ങൾ വ്യക്തമായ ഒരു മറുപടി പറഞ്ഞു. കേന്ദ്രത്തിൽ കോൺഗ്രസിനെതിരായി BJP-യുമായി ചേർന്നുകൊണ്ട് നിങ്ങൾ സഖ്യകക്ഷി ഉണ്ടാക്കിയില്ലേ? ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. ഉറപ്പിച്ച് പറയാൻ നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങൾ ജ്യോതികുമാർ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് VV രാജേഷ് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളോടുമുണ്ട്. ബംഗാളിൽ നിങ്ങൾ CPM-ന്റെ കൂടെ അതിലേക്ക് വരാൻ ഞാൻ നിങ്ങൾ ചോദ്യത്തെ മറുചോദ്യം കൊണ്ട് നേരിടാതെ എന്റെ ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായ മറുപടി പറയും. ഒരു ഭാഗത്ത് നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ മറുഭാഗത്ത് പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ബംഗാളിൽ നിങ്ങളും CPM-ന്റെ പുറകെ നടക്കുകയാണ്. അല്ലല്ല, ഞാൻ മുഹമ്മദ് റിയാസിനേക്കാൾ വലിയ CPM നേതാകാരി ലാലാകാതിരിക്കും. ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾ വളരെ വ്യക്തമായി പറയും. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇങ്ങനെ ഒരുമിക്കുന്നതാണ് മുഹമ്മദ് റിയാസിന് സംശയം ഉണ്ടാക്കുന്നത്. മുഹമ്മദ് റിയാസിന് സംശയം വേണ്ട. ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. കേന്ദ്രത്തിൽ വെറും മുഹമ്മദ് റിയാസ് കേന്ദ്രത്തിൽ വെറും 2 MP-മാരുണ്ടായിരുന്ന BJP-യെ 68 MP-മാരാക്കി മാറ്റാൻ CPM അല്ലേ സഹായിച്ചത്? ഇടതുപക്ഷ അംഗങ്ങളില്ല. 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ 20 സീറ്റിലും BJP-ക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഞാൻ കേന്ദ്രത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ചരിത്രം പഠിക്കണം. ശരി, നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ പോവാണ്. ഒരു നിമിഷം ശ്രീ VV രാജേഷ്, ശ്രീ ജ്യോതികുമാർ, ശ്രീ മുഹമ്മദ് റിയാസ്, എനിക്ക് ഒരു നിമിഷം കൂടി ഈ ചർച്ച പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാനുണ്ട്. ദയവായി ക്ഷമിക്കുക. ശ്രീ രാജേഷ്, ശ്രീ ജ്യോതികുമാർ, നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകണം. ശ്രീ മുഹമ്മദ് റിയാസ്, ഒരു നിമിഷം. ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഞാൻ 3 അതിഥികളോടും ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. കേന്ദ്രത്തിലെ പഴയ ചരിത്രം പറഞ്ഞ് നിങ്ങൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ വാദങ്ങൾ നിരത്തരുത്. കേരളത്തിലെ 2016 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അവിടെ തുടക്കത്തിലുണ്ടായിരുന്ന നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ നിങ്ങളുടെ മുന്നണികളെ ശക്തിപ്പെടുത്തുന്നതിലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിലും നിങ്ങൾ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയാണ് നമ്മൾ ഓരോ കക്ഷികളോടും ചോദിച്ചത്. അവിടെ ഈ ചർച്ച അവസാനിക്കുമ്പോൾ ശ്രീ ജ്യോതികുമാർ, നിങ്ങൾ ഇത് 15-ാം തീയതിയും 16-ാം തീയതിയും തീർക്കും എന്ന് പറയുന്നത് ഒരു പ്രശ്നവുമില്ലാതെ, വിമതരാരുമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ UDF-ഉം ഈ മുൻപ് 2 മാസം മുമ്പുണ്ടായിരുന്ന അതേ ശക്തി വീണ്ടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്ന ആത്മവിശ്വാസം പറച്ചിൽ മാത്രമാണോ? അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ? അല്ല, പൂർവ്വകാലം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പൂർവ്വകാലം ചുവഞ്ഞെടുക്കാൻ പോയത് ഞങ്ങളല്ല. ഞങ്ങൾക്ക് എതിരെ വാദഗതികൾ ഉയർത്താൻ റിയാസിനില്ലാതെ വന്നപ്പോൾ അദ്ദേഹം പൂർവ്വകാലത്തിലേക്ക് പോയതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പോകേണ്ടി വന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, ഞങ്ങളുടെ ഘടകകക്ഷികൾ തമ്മിലുള്ള ചർച്ച വളരെ സമയബന്ധിതമായി, വളരെ കൃത്യമായി, യാതൊരു പരിക്കുകളും കൂടാതെ, യാതൊരു പരാതികൾക്കും ഇടവരാതെ ഞങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഘടകകക്ഷികൾ തമ്മിലുള്ള സീറ്റ് നിർണ്ണയം പൂർത്തിയായി കഴിഞ്ഞാൽ ഓരോ പാർട്ടിയിലെയും സീറ്റ് നിർണ്ണയം സംബന്ധിച്ച് അതാത് പാർട്ടികൾ തീരുമാനിക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടായി, UDF ഒറ്റക്കെട്ടായി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടും. ഒരു തുടർഭരണം ഉണ്ടാകും. ഇതിന് മറുപടി പറയുമ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ പാർട്ടിയുടെ കാര്യമാണ് പറയേണ്ടത്. അല്ല, ഞങ്ങളുടെ പാർട്ടിയിലെ അത് പറയാനില്ലാത്തതുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് ഞങ്ങളുടെ പാർട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കൃത്യമായി വളരെ സമയബന്ധിതമായി കൃത്യമായി ഞങ്ങൾക്ക് അജണ്ടകളുണ്ട്. ഞങ്ങൾ അതിന് ടൈം ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ട്. ആ ഷെഡ്യൂൾ അനുസരിച്ച് ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കും. ഞങ്ങൾ ഇലക്ഷൻ രംഗത്തേക്ക് വരും. ഒറ്റക്കെട്ടായി ഇലക്ഷൻ നേരിടും. BJP-യും BDJS-ഉം 5-ാം തീയതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇതാ 12-ാം തീയതിയായി. 20-ാം തീയതിയെങ്കിലും പ്രഖ്യാപിക്കുമോ ശ്രീ രാജേഷ്? വലിയ തിരക്കുടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം തെരഞ്ഞെടുപ്പിന് ഇനിയും 10-65 ദിവസം ഉണ്ടല്ലോ. നമ്മൾ നേരത്തെയൊക്കെ തുടങ്ങിയത് കുറച്ചുകൂടി നേരത്തെ തെരഞ്ഞെടുപ്പ് വരുമെന്നാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വിശാലമായി ചർച്ച ചെയ്ത് മറ്റുള്ള മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ഓരോ മണ്ഡലത്തിലും ആരാണ് വരുന്നതെന്നൊക്കെ നോക്കിയതിന് ശേഷം പ്രഖ്യാപിച്ചാൽ മതി എന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ ചർച്ചകൾ ഏതൊക്കെ പൂർത്തിയായി. ഇനി ഒരു 5-6 സീറ്റുകൾ അല്ലെങ്കിൽ ഒരു 10 സീറ്റിനകത്തുള്ള ചർച്ചകൾ മാത്രമാണ് BDJS-ഉമായിട്ട് അവശേഷിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു 1-2 മണിക്കൂറുകൊണ്ട് തന്നെ പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ. ആ സ്ഥിതിക്ക് വളരെ മെച്ചപ്പെട്ട ഒരു റിസൾട്ടിലേക്കുള്ള ഒരു തയ്യാറെടുപ്പുകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CPM ഏത് അവസ്ഥയിലാണ്? LDF-ന്റെ അവസ്ഥ എന്താണ് ശ്രീ മുഹമ്മദ് റിയാസ്? നിങ്ങളും ഇതുവരെ തുടർന്ന് അച്ചടക്കം കൃത്യമായി തന്നെ ഇത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന നിമിഷത്തിലും തുടർന്നും ഉണ്ടാകും എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത്? പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും കൂടി വേണമെങ്കിൽ ആവർത്തിക്കാം. ഞങ്ങൾ മുന്നണിയിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും സംഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ച് മുന്നണി സ്ഥാനാർത്ഥികളെ യഥാസമയം പ്രഖ്യാപിക്കും. അത് രാജേഷ് പറഞ്ഞതുപോലെ ഓരോ മണ്ഡലത്തിലും മറ്റുള്ളവരുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് വെച്ചിട്ടല്ല. ഞങ്ങൾക്ക് അങ്ങനെ ആത്മവിശ്വാസം കുറവില്ല. രാജേഷിനെ പോലെ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയം അനുകൂലമാണ്. 1, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ജനവിരുദ്ധ നയം. 2, അഴിമതി. 3, രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുന്ന മതനിരപേക്ഷത. ആ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കോൺഗ്രസിനാകില്ല. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം ജനങ്ങൾ തിരിച്ചറിയുന്നു. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ
ന്യൂനപക്ഷ വർഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇതിനെയൊക്കെ ശക്തമായി ഞങ്ങൾ എതിർക്കും. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് നല്ല ഒരു മെജോറിറ്റിയോടുകൂടി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരും. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് നിങ്ങളെ രണ്ടുപേരെയും ഇപ്പൊ തന്നെ ക്ഷണിക്കുക. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ വി രാജേഷ്, ശ്രീ ജോണി നെല്ലൂർ.